ഹലോ, ഇപ്പോൾ ഇൻസ്റ്റയിലേക്ക് ട്രെൻഡിങ് ആയ വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ആരോ ഒരാൾ ഷെയർ ചെയ്താണ് ഇതുപോലെ കാർട്ടൂൺ വീഡിയോ. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ തട്ടിക്കൂടി ഉണ്ടാക്കിയതാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. ഇത് ഞാൻ ഒരു ആപ്പ് വെച്ചിട്ടാണ് വിറ്റ എന്ന് പറഞ്ഞ് പ്ലേ സ്റ്റോറിൽ കിട്ടും. ആൻഡ്രോയിഡ് ഫോണിലൊക്കെ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഒരു ആപ്പാണ് വിറ്റ. ഈ വിറ്റ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആദ്യം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് നോക്കി. അതാണ് ഈ വീഡിയോ കേട്ടോ. ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പൊ എന്റെ ഗാലറിയിൽ ഒരു വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ നിങ്ങൾക്കും എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ കരുതി. അപ്പൊ ന്യൂ പ്രോജക്റ്റ്, സാധാരണ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നവർക്കറിയാം. ന്യൂ പ്രോജക്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് കിടക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഒരു വീഡിയോ എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഗാലറി വരും. നമ്മുടെ ഈ വീഡിയോയുടെ ആപ്പിലേക്ക് വരും ഗാലറിയിൽ നിന്ന്. അപ്പൊ ഈ ഇതിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ ഫയൽ കാണാൻ സാധിക്കും. ഇത് കണ്ടില്ലേ? ആ ഫയലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡിലീറ്റിന്റെ ഒക്കെ ഓപ്ഷനിനടുത്ത് AI എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാർട്ടൂൺ രീതിയിൽ കുറെ സംഭവം കാണാം. അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് കാർട്ടൂൺ. അത് ആദ്യമായിട്ട് എടുക്കുമ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് വരാൻ കുറച്ച് നേരം എടുക്കും. ഡൗൺലോഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ വീഡിയോ AIയിലേക്ക് കൺവേർട്ട് ആവും. ഇങ്ങനെ കൺവേർട്ട് നമ്മൾ സേവിങ് വീഡിയോ ആയിട്ട് നമുക്ക് നമ്മുടെ ഫയലിലേക്ക് കിട്ടുന്നതാണ്. ആദ്യം ആ ഒരു കാർട്ടൂൺ രീതിയിലേക്ക് വരാൻ വേണ്ടി കുറച്ച് താമസം എടുക്കുന്നതല്ല, വേറെ യാതൊരു പ്രശ്നമില്ല. പിന്നെ ഈ വിറ്റ് ഉപയോഗിക്കുന്നവർക്ക് വാട്ടർമാർക്ക് എങ്ങനെ ഒഴിവാക്കാമെന്നും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ആദ്യം ഞാൻ ചെയ്തപ്പോൾ വാട്ടർമാർക്ക് വന്നായിരുന്നു. അപ്പൊ നേരെ ഇവരെ ആപ്പിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. ഏറ്റവും മേളിൽ ഇവരുടെ ആ സിമ്പിളുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ എവിടെയാണ് കിടക്കുന്നതെന്ന്. ഇതിപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയേക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് കണ്ടോ ഈ വാട്ടർമാർക്ക് കണ്ടോ കിടന്ന് വിറ്റാന്ന് പറഞ്ഞ വാട്ടർമാർക്ക് കിടക്കുന്നുണ്ടോ. ഞാൻ ആദ്യം ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ കയറി വന്നായിരുന്നു. അത് ഒഴിവാക്കുന്നതാണ്. അപ്പോൾ ഇതാണ് വിറ്റാന്ന് പറഞ്ഞ ആപ്പ്. ആപ്പിനുള്ളിൽ കയറിയിട്ട് ഏറ്റവും ടോപ്പിൽ തന്നെ ഇതിന്റെ ടോപ്പിൽ കണ്ട ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യണം. ആ ഒരു വട്ടോ അല്ല എന്താ സംഭവം, അതിൽ ഞാൻ ആരോ മാർക്ക് ഇട്ട് കാണിച്ചു തരാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതണ്ട വിറ്റ വാട്ടർമാർക്ക് എന്ന്, അതെന്നെ ഞാൻ ഓഫാക്കി ഇട്ടായിരുന്നു. ഇതണ്ട ഇത് ഇങ്ങനെ ഇനേബിൾ ആയി കിടക്കുമ്പോൾ വാട്ടർമാർക്ക് വരുവേ. അപ്പൊ ഇത് നേരെ ഡിസേബിൾ ആക്കി ഇടുക. അപ്പോൾ വാട്ടർമാർക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ ഈ വീഡിയോയിൽ നിന്ന്. അപ്പോൾ വാട്ടർമാർക്ക് ഒഴിവാക്കി ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരു യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി കണ്ടന്റുകളായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് എന്നെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്കും ഈ വിറ്റയുടെ ആപ്പിന്റെ ലിങ്കും എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക, ഒന്ന് അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് വരെ ബൈ.